السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتمت كلمة ربك صدقا وعدلا لا مبدل لكلماته وهو السميع العليم. وإن تطع أكثر من في الأرض يضلوك عن سبيل الله إن يتبعون إلا الظن وإن هم إلا يخرصون. إن ربك هو أعلم من يضل عن سبيله وهو أعلم بالمهتدين. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഏകനായ പടച്ച റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സൂറത്തുൽ അൻആമിന്റെ 64-ാമത് ക്ലാസ്സിൽ 115-ാമത്തെ ആയത്താണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. 115. وتمت كلمة ربك صدقا وعدلا لا مبدل لكلماته وهو السميع العليم. വതമ്മത്ത്, തമ്മ പൂർത്തിയായി, പരിപൂർണമായി എന്നാണ് തമ്മ എന്ന് പറഞ്ഞാൽ. തമാം, പൂർത്തിയാകുക. കലിമത്തുൻ, വചനം, റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ, സിദ്ഖൻ, സത്യത്തിലും, വഅദ്ലൻ, നീതിയിലും. സത്യത്തിലും നീതിയിലും പരിപൂർണമായിരിക്കുന്നു നിന്റെ രക്ഷിതാവിന്റെ വചനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ സമാശ്വാസം തോന്നുന്ന ഒരു കാര്യമാണിത്. താൻ ഓതിക്കൊടുക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ഖുർആനിലെ ആയത്തുകൾ ഓരോന്നും അത് സത്യമാണ്. വഅദ്ലൻ, നീതിയാണ്. സംസാരത്തിൽ സത്യമാണ്, പ്രവർത്തനത്തിൽ നീതിയാണ്. റബ്ബിന്റെ വാക്കുകളാണ്. ആ വാക്കുകൾ ഓരോന്നും പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് പറയാൻ വേറെ ആരുമില്ല. നമ്മുടെ രക്ഷിതാവിന്റെ വചനം, അള്ളാഹുവിന്റെ വാക്കുകൾ, കലിമത്തുകൾ, ആ കലിമത്ത് സിദ്ഖാണ്, സത്യമാണ്. സംസാരം സത്യമാണ്. വഅദ്ലൻ, അതുകൊണ്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന വിധികൾ, അത് പൂർണ്ണമായ നീതിയും ആണ്. ലാ മുബദ്ദില ലികലിമാതിഹി, അവന്റെ കലിമത്തുകൾക്ക് ലാ മുബദ്ദില, മാറ്റം വരുത്താൻ ആരും തന്നെ ഇല്ല. മുബദ്ദിലുൻ, മാറ്റം വരുത്തുന്നവൻ, ബദല് കൊണ്ടുവരുന്നവൻ, അതാണ് മുബദ്ദിൽ എന്ന് പറഞ്ഞാൽ. ബദല് കൊണ്ടുവരുന്നവൻ, ലി കലിമാത്തിഹി, അവന്റെ വചനങ്ങൾക്ക്. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പകരം വെക്കാൻ പറ്റാവുന്ന ഒന്നും തന്നെ ഒരാൾക്കും ഇവിടെ കൊണ്ടുവരാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പകരമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ. സംസാരം കേൾക്കുന്നവനാണ്, പ്രവർത്തനങ്ങൾ അറിയുന്നവനാണ്. അങ്ങനെ എല്ലാ നിലക്കും ആളുകളെ അറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് നൽകുന്ന, അവരോട് സംസാരിക്കുന്ന, അവരോട് പറയുന്ന വാക്കുകൾ അത് സത്യമാണ്, അത് നീതിയാണ്, അത് പരിപൂർണമാവുകയും ചെയ്തിരിക്കുന്നു. അതിനപ്പുറത്തേക്ക്, ഈ സത്യത്തിനപ്പുറം വേറൊരു സത്യമില്ല.
ഈ നീതിക്കപ്പുറം വേറൊരു നീതിയും തന്നെ ഒരാൾക്കും കൊണ്ടുവരാനില്ല. ആ നിലക്ക് ഇത് സമ്പൂർണമായിരിക്കുന്നു, തമ്മ പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ കാലത്തെ ഒരു കഴിഞ്ഞകാല ക്രിയയുടെ മുന്നിൽ സാധാരണ തമ്മ എന്ന് ഉപയോഗിച്ചാൽ തിന്നു കഴിഞ്ഞു, തമ്മ അക്കല എന്ന് പറഞ്ഞാൽ തിന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പൊ ഒരു കാര്യം പ്രവർത്തിച്ചു കഴിഞ്ഞു, പൂർണ്ണമായി കഴിഞ്ഞു എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തമ്മ എന്നുള്ള വാക്ക്. ആ വാക്ക് ഉപയോഗിച്ചിട്ടാണ് അള്ളാഹുവിന്റെ വചനങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ലാ ലാ മുബദ്ദില ലികലിമാതിഹി വഹുവസ് സമീഉൽ അലീം. കലിമത്തുൻ ബഹുവചനം, കലിമാത്തുൻ. നോക്ക, എന്താ ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്? ഈ ആയത്തിലും അടുത്ത ആയത്തുകളിലും വരുന്ന ചില പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഈ ആയത്തിൽ എന്താണ് അള്ളാഹു മുന്നോട്ട് വെക്കുന്ന കാര്യം? പരിശുദ്ധ ഖുർആനിലൂടെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുന്നത്തിലൂടെയോ അള്ളാഹു അറിയിച്ചു തന്ന ഒരു തത്വം, ഒരു വിധി, ഒരു നീതി, ഒരു സംഗതി, അത് കാല ദേശ പരിതസ്ഥിതികളുടെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ മനോഭാവത്തിന്റെയോ ഓരോരുത്തരുടെ താല്പര്യത്തിന്റെയോ ഒക്കെ പേരിൽ മാറ്റി നിശ്ചയിക്കുവാനോ ഭേദഗതി ചെയ്യാനോ ആർക്കും തന്നെ അവകാശമില്ല. ഒരു ഉദാഹരണം, ഇന്നത്തെ നമ്മുടെ ബാങ്കിങ് സംവിധാനവും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥകൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരുപക്ഷെ പലിശ ഇടപാടുകൾ ഒഴിവായ ഒരു സാധ്യതകൾ നമുക്ക് എവിടെയും കണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല. ശരിയല്ലേ? അങ്ങനെയാകുമ്പോ നമ്മൾ പുതിയൊരു തീരുമാനം എടുക്കുകയാണ്, ഖുർആനിന്റെ ആ നിയമം അത് കാലോചിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് മാറ്റം വരുത്താനുള്ള അവകാശമോ അർഹതയോ ആരെങ്കിലും സംബന്ധിച്ച് ഉണ്ടോ? ഇല്ല. അങ്ങനെ മാറ്റം വരുത്താൻ ഒരു പണ്ഡിതനും ഒരു നാടിനും നാട്ടിലുള്ള പണ്ഡിത സഭകൾക്കോ ഒരാൾക്കും തന്നെ അങ്ങനെ ഒരു മാറ്റം വരുത്താൻ അർഹതയില്ല, അവകാശമില്ല. കാരണം തമ്മത്ത്, അത് പൂർണ്ണമായിരിക്കുന്ന പരിപൂർണമായതാണ്. ലാ മുബദ്ദില ലികലിമാതിഹി, അള്ളാഹുവിന്റെ കലിമത്തുകൾക്ക്, അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്താവതല്ല. മാറ്റം വരുത്തുന്ന ഒരാളും തന്നെ ഇല്ല. ഒരാളും അള്ളാഹുവിനേക്കാൾ, അള്ളാഹുവിന്റെ ഈ വചനങ്ങൾക്ക് മുകളിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സംഗതി ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ട വസ്തുത. ഇപ്പൊ നമ്മൾ പറഞ്ഞ പലിശ, അത് കാലോചിതമായി മാറ്റം വരുത്തേണ്ടതാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചു പോയതാണ്. പലിശ സംവിധാനത്തെ സംബന്ധിച്ച് അത് ലോകത്തുണ്ടാക്കുന്ന ഏറ്റവും മോശപ്പെട്ട ചില അവസ്ഥകളെ സംബന്ധിച്ചൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചു പോയതാണ്. അപ്പൊ അത് കാലോചിതമായി പരിവർത്തിതമാക്കേണ്ട ഒരു സംഗതിയല്ല. അതിലേക്ക് ഇസ്ലാം അങ്ങനെ ഇസ്ലാം അതിന്റെ കൂടെ പോകേണ്ട ഒരു വിഷയമല്ല എന്ന് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. അള്ളാഹുവിന്റെ വചനങ്ങൾ തബ്ബത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല, സത്യസമ്പൂർണമാണ് അള്ളാഹുവിന്റെ ഓരോ ആയത്തുകളും. അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ നീതിയുക്തങ്ങളായിരിക്കും. പണ്ഡിതന്മാർ, നമ്മുടെ മുഫസ്സിറുകൾ എഴുതുന്ന വിശദീകരണമാണ് ഞാൻ വായിക്കുന്നത്. അവയിലൊന്നും നീക്കുപോക്കിന് ഒരു സ്ഥാനവുമില്ല. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പകരം അവയോട് കിടയൊക്കുന്നതോ അവയേക്കാൾ പ്രായോഗികമോ യുക്തമോ ആയ വേറൊന്ന് ആവിഷ്കരിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. കാരണം എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് എന്തെല്ലാമാണ് ആവശ്യമായത്, അവരുടെ വിജയം ഏതിലാണ്, അവരുടെ പ്രകൃതി സ്വഭാവങ്ങൾക്ക് അനുയോജ്യമായതും പ്രായോഗികമായതും എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങൾ ആർക്കാണ് അറിയാം? സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് സൃഷ്ടാവായ അള്ളാഹു എന്താണ് നിശ്ചയിച്ചത് അത് അന്തിമമാണ്. അതിൽ പിന്നെ മാറ്റത്തിരുത്തലുകൾ
നടത്താൻ ഒരാൾക്കും തന്നെ അധികാരമില്ല, അവകാശമില്ല. പല ആളുകളും പരിശുദ്ധ ഖുർആനിന്റെ ഈ പച്ചയായ യാഥാർത്ഥ്യങ്ങൾക്ക് വിപരീതമായി അവർ അള്ളാഹുവിനെ പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പല വിധികളും നടപ്പാക്കുന്ന ആളുകളെയൊക്കെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ അള്ളാഹു വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നില്ല, മുബദ്ദില ലികലിമാതിഹി, പടച്ചവന്റെ വചനങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരാളും തന്നെ ഇല്ല, ഒരാളും അങ്ങനെ ചെയ്യരുത്. ഭൂവാസികളായ മനുഷ്യരിൽ ഭൂരിഭാഗവും ഈ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കാതെ അല്ലെങ്കിൽ ഗൗനിക്കാതെ ഈ ശരിയായ വഴിയിൽ നിന്ന് പിഴച്ചു പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പടച്ചവന്റെ നിയമമാണ്, പടച്ചവന്റെ നിർദ്ദേശങ്ങളാണ് ഏറ്റവും പരിപൂർണമായിട്ടുള്ളത്. അതിനേക്കാൾ മെച്ചപ്പെട്ട വേറൊരു നിർദ്ദേശം ആർക്കും തന്നെ സമർപ്പിക്കാനില്ല. ഞാൻ എന്തിന് ഖുർആനെ വിട്ടിട്ട് വേറെ ചില വഴികളിലേക്ക്, ദിശകളിലേക്ക് പോകണം എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വചനം കൂടിയാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. അന്ത്യസമയം വരുന്നത് വരെ നിങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ അത് ഒന്ന് തന്നെയാണ്, അതിൽ ഒരു വാക്ക് പോലും മാറില്ലെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇവിടെ അറിയിക്കുക ചെയ്യുന്നത്. ഇതിലുള്ള കെലിമത്തുകളില്ല, കെലിമത്തുകൾ സാധാരണ നമ്മൾ കെലിമത്തുകൾ എന്ന് പറഞ്ഞാൽ വാക്കുകൾ എന്നാണ്, പദങ്ങൾ, വേർഡ്സ്. ഇതിലുള്ള പദങ്ങൾ, ആ കെലിമത്തുകൾ, ആ കെലിമത്ത് അങ്ങനെ തന്നെ കെലിമത്തായി നിൽക്കുന്നതാണ്. ആ കെലിമത്തിന് എന്തെങ്കിലും ഒരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരില്ല. ഇവിടെ പറഞ്ഞ സിദ്ഖ്, അദ്ല് എന്ന വാക്ക്, സമീഉൻ അലീമുൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ അതൊക്കെ മാറ്റിയിട്ട് വേറെ രൂപത്തിൽ എഴുതാൻ അങ്ങനെ എഴുതേണ്ടി വരില്ല, അങ്ങനെ മാറ്റി പറയേണ്ടതായിട്ട് വരില്ല എന്ന് ആശ്വാസമാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നത്. അള്ളാഹു പറഞ്ഞതൊക്കെ സത്യമാണ്, നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ, നമുക്കതിൽ സംശയം തോന്നരുത്. നമ്മുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ രംഗങ്ങൾ കാണുമ്പോ പടച്ചോനെ പറഞ്ഞതൊന്നും ശരിയല്ലേ, സത്യല്ലേ എന്ന് തോന്നിപ്പോകരുത്. പടച്ചവന്റെ പ്രത്യേക നിർദ്ദേശമാണ് നിങ്ങളോട്. പടച്ചവൻ പറഞ്ഞതൊക്കെ നീതിയും സത്യവും തന്നെയാണ്. അവന്റെ വാക്കുകൾ സത്യമാണ്, അവന്റെ പ്രവർത്തനങ്ങൾ സത്യമാണ്, അവൻ വിധിക്കുന്നത് ഓരോന്നും അത് നീതിയാണ്. എല്ലാം നിരക്കും അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പടച്ചവൻ എന്തൊക്കെ വിലക്കിയിട്ടുണ്ട്, ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരിക്കലും ഹറാം അല്ലാതായി മാറില്ല. അത് ഫസാദിനും ഫിത്നകൾക്കുമൊക്കെ കാരണമായി തീരുന്ന സംഗതികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് സംഭവിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ദൗത്യത്തെ സംബന്ധിച്ച് ഖുർആൻ എടുത്തു പറയുന്നിടത്ത് സൂറത്തുൽ ആറാഫിലെ ഒരു വചനം കാണാം, യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. പ്രവാചകൻ ജനങ്ങളിൽ ചെയ്യുന്നത് നന്മകൾ അവർക്ക് കൽപ്പിച്ചു കൊടുക്കുകയാണ്, തിന്മകളാണ് അവരെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ത്വയ്യിബാത്തുകളൊക്കെ നല്ലതൊക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്, മോശമായ കാര്യങ്ങളാണ്, ഖബായിസുകളാണ് അവർക്ക് ഹറാമാക്കി മാറ്റുന്നത്, നീക്കിവെച്ചത്, മാറ്റിവെച്ചത്. അപ്പോ ഹറാമാണ്, ഖബായിസുകൾ ചീത്തയായ കാര്യങ്ങളാണ് ഹറാമാക്കിയത്. നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. അവരോട് കൽപ്പിക്കുന്നത് നന്മ ചെയ്യാനാണ്, അവരോട് വിരോധിക്കുന്നത് തിന്മയിൽ നിന്ന് മാറി നിൽക്കാനാണ് എന്നൊക്കെ പറയുമ്പോ മനുഷ്യകുലത്തിന് ഏറ്റവും അനുഗുണമായ കാര്യങ്ങളാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ നിഅമത്ത് ഇവിടെ ഇതാ അത്മംതു, അക്മൽതു, രണ്ടിന്റെയും വാക്ക് അർത്ഥം ഒന്നാണ്. അക്മൽതു ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, വഅത്മംതു അതിന്റെ അർത്ഥം നമ്മൾ കണ്ടല്ലോ, പരിപൂർണമാക്കി തന്നിരിക്കുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ അവതരണം
അത് അവസാനിക്കുമ്പോ വന്ന ഒരായത്താണല്ലോ ഇത്. ഇതോടുകൂടി ഖുർആനിന്റെ അവതരണം നിൽക്കുന്നതോടുകൂടി നിങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള നന്മകളും നിഅമത്തുകളും ഒക്കെ പരിപൂർണമാക്കി തന്നിരിക്കുന്നു എന്നിങ്ങനെ ഖുർആൻ എടുത്തു പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം. ലാ മുബദ്ദില ലികലിമാത്തിഹി, പടച്ചവന്റെ കലിമത്തുകൾക്ക് മാറ്റം വരുത്തുന്നവൻ ഇല്ല. ഐ ഫീമാ വഅദ വഹകമ ലാ റാദ്ദ ലിഖലാഇഹി വലാ ഖുൽഫ ഫീ വഅദിഹി. പണ്ഡിതന്മാർ അതിനർത്ഥം പറഞ്ഞത് ഇങ്ങനെയാണ്: പടച്ചവൻ എന്തൊക്കെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, പടച്ചവൻ നിങ്ങളോട് എന്തൊക്കെ കരാറുകൾ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും ലാ റാദ്ദ ലിഖലാഇഹി, അല്ലാഹുവിന്റെ ഖലാ അത് തടുക്കാൻ, വലാ ഖുൽഫ ഫീ വഅദിഹി, പടച്ചവന്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പടച്ചവന്റെ നിയമങ്ങൾ എന്താണ് അവൻ തീരുമാനിക്കുന്നത്, ആ തീരുമാനത്തിന് എതിരായിട്ട് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ് എന്ന് പറയുന്നുണ്ട് സൂറത്ത് ഖാഫിൽ. എന്റെ അടുക്കൽ വാക്കുകൾ ഒരിക്കലും മാറൂലട്ടോ. പരലോകത്ത് വന്നിട്ട് സ്വർഗവും നരകവും ഒക്കെ നൽകപ്പെടുന്ന ആ രംഗെത്തുമ്പോ ആരെങ്കിലൊക്കെ ശുപാർശകരായി വന്നിട്ട് നരകത്തിലേക്ക് പോകേണ്ട ആളുകളെ സ്വർഗത്തിലേക്കും, സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകളെ നരകത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരുത്തി കളിക്കേണ്ടതായ ഒരു സന്ദർഭം ഒരിക്കലും ഉണ്ടാവില്ല എന്നൊക്കെ സൂചിപ്പിക്കുന്നിടത്ത് സൂറത്തുൽ കാഫിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും എവിടെയായിരുന്നാലും പടച്ചവന്റെ വാക്കുകൾ അത് വളരെ പ്രസക്തമാണ്, പരിപൂർണമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്ക് പറയാനില്ല എന്നുള്ള നിലക്കുള്ള സന്ദേശമാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുന്നത് എന്നർത്ഥം. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫുദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്നൊക്കെ നമ്മൾ പറയുന്ന ചൊല്ലുന്ന അതിന്റെ അർത്ഥം നമുക്കറിയാം. പടച്ചവന്റെ തീരുമാനത്തെ തടുക്കാൻ, അവൻ നൽകുന്നത് ഇല്ലാണ്ടാക്കാൻ, അവൻ തടഞ്ഞു വെച്ചത് തരാൻ ഒരാളും തന്നെയില്ല. അതേപോലെ വലാ റാദ്ദ ലിമാ ഖളൈത, പടച്ചവനെ നീ നിശ്ചയിച്ചത് എന്താണ്, അതിനെ തടുക്കാൻ ആരും തന്നെ ഇല്ല എന്നൊക്കെയാണ് നമ്മൾ ആ പ്രാർത്ഥനയിൽ പറയുന്ന കാര്യങ്ങൾ. വേറെ രണ്ട് പ്രാർത്ഥനകളുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ ഈ അൽ കലിമാത്തില്ലാഹി താം, അള്ളാഹുവിന്റെ പരിപൂർണമായ വചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്, അല്ലെങ്കിൽ ദിക്റുകളുണ്ട്. നമുക്ക് ഓർമ്മ ഉണ്ടാകും. ഞാനൊന്ന് ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. രാവിലെ 3 തവണ ചെല്ലേണ്ട ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ദിക്റ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാത്തിഹി എന്നൊരു ദിക്റുണ്ട്. അള്ളാഹു പരിശുദ്ധൻ, അവനാണ് സ്തുതി, അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം. അദദ ഖൽഖിഹി, പടച്ചവന് പരിശുദ്ധനാണ്, അവനാണ് സ്തുതി. എത്രണ്ട് അവന് നൽകേണ്ട സ്തുതികൾ എത്രയാ? സൃഷ്ടികളുടെ എണ്ണത്തോളം പടച്ചവന് സ്തുതികളുണ്ട്. വരിളാ നഫ്സിഹി, അവന്റെ മനസ്സിന്റെ തൃപ്തി വരുന്നോ, പടച്ചവന് തൃപ്തി വരുവോളം പടച്ചവന് നമ്മൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ മറ്റൊരു തരത്തിലുള്ള അർത്ഥം. വസിനത അർശിഹി, അവന്റെ സിംഹാസനത്തിന്റെ ഭാരത്തോളം. വമിദാദ കലിമാത്തിഹി, അവന്റെ വചനങ്ങളുടെ അളവോളം. പടച്ചവന്റെ വചനങ്ങളുടെ അളവ് എത്രയുണ്ടോ അത്രയും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ പറയുന്നു, അല്ലെങ്കിൽ ഞാനത് പ്രഖ്യാപിക്കുന്നു എന്നാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഈ ദിക്റിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാത്തിഹി. പഠിച്ചിട്ട് പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് പഠിക്കുക, എന്നിട്ട് ഗ്രൂപ്പിൽ വന്നിട്ട് പറഞ്ഞു തരിക ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ നേരിട്ട് അയച്ചു തന്നാലും മതി. പറഞ്ഞ് കാണാതെ പഠിക്കുക, അർത്ഥവും പഠിക്കുക. ഇത് അതേപോലെ ഈ ദിക്റും പഠിച്ചിട്ട് പറയാ, പഠിക്കുക എന്ന്. അതേപോലെ രാവിലെ 3 പ്രാവശ്യം അത് ചെല്ലുകയും ചെയ്യാം. അതേപോലെ വേറൊരു പ്രാർത്ഥന വൈകുന്നേരം 3 തവണ ചെല്ലേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്.
അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങളെ കൊണ്ട്, കലിമാത്തില്ലാഹി താമാത്താണല്ലോ നമ്മൾ ഇവിടെ പഠിക്കുന്നത്, വതമ്മത്ത് കലിമത്തു റബ്ബിക എന്ന് പറഞ്ഞിട്ട് പടച്ചവന്റെ പരിപൂർണമായ വചനങ്ങളെ സംബന്ധിച്ചാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. ആ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട് പടച്ചവനോട് നമ്മൾ രക്ഷ ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ, അള്ളാഹു സൃഷ്ടിച്ചവയുടെ തിന്മയിൽ നിന്ന് ഞാൻ പടച്ചവനെ നിന്നോട് രക്ഷ ചോദിക്കുന്നു. നിന്റെ സൃഷ്ടിജാലങ്ങൾ പലരും പല വിധത്തിലുണ്ടാകും. നന്മയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, പക്ഷെ അവയുടെ ചില ദോഷങ്ങളും ഉണ്ടാകുമല്ലോ പല സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അള്ളാഹുവെ, നിന്റെ സൃഷ്ടിജാലങ്ങളിൽ നിന്നുണ്ടാകാവുന്ന തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എന്ന് വൈകുന്നേരവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇതും അതേപോലെ തന്നെ പഠിച്ചിട്ട് ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ആയത്തിന്റെ അവസാന ഭാഗം വഹുവ സമീഉ അൽ അലീം. അസ്സമീഉ എന്ന് പറഞ്ഞാൽ ലിഅഖ്വാലി ഇബാദിഹി, അള്ളാഹുവിന്റെ അടിമകളുടെ ഏതൊരടിമയുടെയും ഏതൊരു വാക്കും അസ്സമീഉ കേൾക്കുന്നവനാണ്. അൽ അലീം അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ ബിഹറകാതിഹിം വസകനാതിഹിം, അവരുടെ അടക്കങ്ങളും അവരുടെ അനക്കങ്ങളും എല്ലാം, അവരടങ്ങുന്നതും അവർ അനങ്ങുന്നതും ഒക്കെ അള്ളാഹു അറിയുന്നവനാണ്. അല്ലദീ യുജാസി കുല്ല ആമിലിൻ ബിഅമലിഹി, എന്നിട്ട് പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും അയാളുടെ പ്രവർത്തികൾക്കനുസരിച്ച് കൃത്യമായി ജസാ നൽകുന്ന, പ്രതിഫലം നൽകുന്ന അള്ളാഹു, അവനെയാണ് അസ്സമീഉ അൽ അലീം എന്നിവിടെ പറയുന്നത് എന്നാണ് തഫ്സീർ ഇബ്നു കസീറിൽ ഈ വാക്കുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആയത്തിലേക്ക് പോകുന്നു. وَإِن تُطِعْ أَكْثَرَ مَن فِي الْأَرْضِ يُضِلُّوكَ عَن سَبِيلِ اللَّهِ إِن يَتَّبِعُونَ إِلَّا الظَّنَّ وَإِنْ هُمْ إِلَّا يَخْرُصُونَ. وَإِن تُطِعْ أَكْثَرَ مَن فِي الْأَرْضِ يُضِلُّوكَ عَن سَبِيلِ اللَّهِ إِن يَتَّبِعُونَ إِلَّا الظَّنَّ وَإِنْ هُمْ إِلَّا يَخْرُصُونَ. وَإِن تُطِعْ, നീ അനുസരിക്കുന്ന പക്ഷം, അക്സറ അധിക പേരെയും, മൻ അക്സറ മൻ അധിക പേരെയും, ഫിൽ അർളി ഭൂമിയിലുള്ള, യുദില്ലൂക്ക അവർ താങ്കളെ തെറ്റിച്ചു കളയുന്നതാണ്, അൻ സബീലില്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്. ഭൂമിയിലുള്ള അധിക ആളുകളെയും നിങ്ങൾ പിന്തുടർന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിച്ചു കളയുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇമാം റാസി പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഗതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഭൂമിയിലുള്ള അധിക ആളുകളും നമ്മളെ നേർവഴിക്ക് നടത്തുന്നവരല്ല, മറിച്ച് വഴി തെറ്റിക്കുന്നവരാണ്. ലോകത്തുള്ള അധിക ആളുകളും നേർമാർഗത്തിലല്ല, മറിച്ച് വഴി പിഴച്ച ആളുകളാണ് എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ലോകത്തുള്ള അധിക സംഗതികളുടെയും പിന്നാലെ നമ്മൾ പോയാല് നമ്മൾ വഴി തെറ്റിപ്പോകും, നമ്മൾ വഴികേടിലേക്കാണ് പോവുക, നമ്മൾ നശിച്ചു പോവുകയാണ് ചെയ്യുക. അതാണ് സംഭവിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇൻ അല്ല, അല്ലെങ്കിൽ ഇല്ല, യത്തബിഊന അവർ പിന്തുടരുന്നു, അവർ പിന്തുടരുന്നില്ല. ഇൻ യത്തബിഊന അവർ പിന്തുടരുന്നില്ല, ഇല്ലല്ലന്ന ഊഹത്തെ അല്ലാതെ. എന്ന് പറഞ്ഞാല് അവർ ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത്. അവർക്കൊക്കെ ഉള്ള അടിസ്ഥാനം എന്താ? അതങ്ങനെയാണ്, അതിങ്ങനെ ആയിരിക്കാം, അതുകൊണ്ട് ഒക്കെ ഇന്നെണ്ണങ്ങൾ സംഗതികൾ സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കണക്ക് കൂട്ടലുകൾ മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത്. അല്ലാതെ അടിസ്ഥാനപരമായിട്ടൊന്നുമില്ല, കൃത്യമായിട്ടൊന്നുമില്ല. നമ്മുടെ കൈകളിലുള്ള ഈ വേദഗ്രന്ഥം എന്ന് പറയുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്ന കലിമത്തുകൾ ഓരോന്നും തന്നെ സത്യമാണ്, അത് നീതിയാണ്. മറ്റുള്ള ഓരോരുത്തരുടെയും
വാക്കുകളും സംസാരങ്ങളും ഒക്കെ ചില കണക്കുകൂട്ടലുകളുടെയും പഴയ കാലത്തുള്ള ചില അനുഭവങ്ങളുടെയും അല്ലെങ്കിൽ ഉള്ള ചില ശാസ്ത്രീയമായ ചില സംഗതികളൊക്കെ വെച്ചുകൊണ്ട് അത് അങ്ങനെയായാൽ ഇങ്ങനെയാകാം എന്നൊക്കെയുള്ള ചില സംഗതികളുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതാണ്. അപ്പൊ അവർ പിന്തുടരുന്നത് ഊഹത്തെ മാത്രമാണ്. അപ്പൊ അധികം ചിലതൊക്കെ ശരിയാണ്, പക്ഷെ അധിക ഊഹവും ശരിയല്ല. വൈൻഹും ഇല്ലായ ഹുർസൂൻ, അതോടൊപ്പം തന്നെ അവർ അനുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അനുമാനങ്ങളാണ്. അനുമാനങ്ങൾ ഉറപ്പുകളല്ല. നേരത്തെ പറഞ്ഞ പരിപൂർണമായ സത്യമല്ല, പരിപൂർണമായ നീതിയുമല്ല. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഊഹവും അനുമാനവുമാണ് അധിക ആളുകളുടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അവർ പറയുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ നമ്മൾ പഠിച്ചു പോകും. ആ ഒരു കാര്യമാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. വഇൻ തുതി അക്സറ മൻ ഫിൽ അർള് യുദില്ലുക അൻ സബീലില്ലാഹ് യത്തബിഊന ഇല്ലല്ലന്ന വഇൻഹും ഇല്ലാ യഖ്റുസൂൻ. നോട്ട് വായിച്ചു നോക്കട്ടോ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ടാമത്തെ ആയത്തിൽ, ഈ ഒരു ആയത്തിൽ അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? ഭൂരിപക്ഷത്തിന്റെ തീരുമാനമോ അഭിപ്രായമോ ഇസ്ലാമികമായ ഒരു വിധി നിർണയിക്കാനുള്ള മാനദണ്ഡമല്ല. അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്ത് കാണിച്ചു തരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അക്സറ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള അധിക ആളുകളും അവര് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്, അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഓരോ കാര്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പോകേണ്ട കൂടെ പോകേണ്ട ഒരു കാര്യവും വിശ്വാസികളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വ്യക്തമായ നിർദ്ദേശങ്ങൾക്ക് നിരക്കാത്ത ഭൂരിപക്ഷ അഭിപ്രായത്തിനല്ല എല്ലാ ജനങ്ങളുടെയും, സമസ്ത ജനങ്ങളുടെയും അഭിപ്രായത്തിന് തന്നെയും മതത്തിൽ ഒരു തരത്തിലുള്ള വിലയും ഇല്ല എന്ന് എല്ലാരും കൂടെ ഒന്നിച്ചു പറഞ്ഞു നിൽക്കുക. മനുഷ്യർ ഒന്നിച്ച് പടച്ചവന്റെ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായി പറഞ്ഞാൽ അവരൊന്നിച്ച് വലിയൊരു സംഘമാണ്, വലിയ സംഘടനയാണ്, വലിയൊരു ആളുകളാണ് എന്നതുകൊണ്ടൊന്നും മതത്തിൽ തെളിവാകാൻ പോകുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഊഹവും അനുമാനവും, ഭൂലോകത്തുള്ള ഭൂരിപക്ഷം ജനങ്ങളും വിജ്ഞാനത്തിന് പകരം അനുമാനത്തെയും ഊഹാപോഹത്തെയുമാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ വിശ്വാസ ദർശനങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, അവരുടെ ജീവിത തത്വങ്ങൾ, അവരുടെ നിയമങ്ങൾ, നിയമാവലികൾ എല്ലാം തന്നെ അനുമാനങ്ങളിൽ അധിഷ്ഠിതമാണ്. സുദൃഢമായ ഏതെങ്കിലും തെളിവുകളെ അടിസ്ഥാനമാക്കിയല്ല പലതുമുള്ളത്. അതാണ് നല്ലത്, ഇതാണ് വേണ്ടത്, ജനഹിതം ഇന്നതാണ്, മുൻവഴക്കം ഇന്നതാണ്, സൗകര്യം ഇന്നിന്റെ പ്രകാരമാണ്, അങ്ങനെയുള്ള ചില മതിപ്പും കണക്കൂട്ടലുമാണ് അവരുടെ അവലംബം. ഇതുകൊണ്ട് അവർ പറയുന്നത് മുഴുവനും തെറ്റാണെന്നല്ല. ഖുർആൻ തന്നെ അല്ലെങ്കിൽ ഹദീസുകൾ തന്നെ എല്ലാ ഊഹങ്ങളും തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, അധിക ഊഹവും തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖുർആനോ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഖുർആനെ സംബന്ധിച്ച് എന്താ അല്ലാഹു പറഞ്ഞത്? വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല, പടച്ചവന്റെ വാക്കുകൾ അത് പരിപൂർണമാണ്, അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റത്തിരുത്തലുകളുടെയും ആവശ്യമില്ല, അത് കൃത്യമാണ്, കൃത്യമാണ് എന്ന് ഖുർആനെ സംബന്ധിച്ച് പ്രത്യേകം പറയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം ശരിയെന്ന് കരുതി അതിനെ അനുകരിക്കുകയോ പിന്തുടരുകയോ ചെയ്തുകൂടാ എന്ന് തന്നെയാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് ഊഹം, എന്താണ് അനുമാനങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ? ഇതേ സംബന്ധിച്ച് നമ്മളെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്, ദീൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ, അധിക ഊഹങ്ങളെയും വിശ്വാസികളെ നിങ്ങൾ ഒഴിവാക്കണം. കാരണം ചില ഊഹങ്ങളൊക്കെ വലിയ പാപങ്ങളായിട്ട് കടന്നു വരാറുണ്ട്. ഇയ്യാകും വല്ലന്ന ഫഇന്നൽ ലന്ന അക്ദബുൽ ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം, കാരണം സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും കളവായത് ഊഹമാണ് എന്നാണ്. ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംസാരമാണ് സംസാരങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ കളവ്. അതുകൊണ്ട് നിങ്ങൾ ലന്ന് ഒഴിവാക്കണം, ഊഹം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ വേറൊരായത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ
ഫതബയ്യനു. ഒരു ഫാസിഖായ മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും വർത്തമാനവുമായി വന്നാൽ ഒരു 100 വട്ടം നിങ്ങൾ ആലോചിക്കുകയും അതിനെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തുകയും ശരിയാണോ എന്ന് കൃത്യമായി അന്വേഷിച്ചറിയുകയും ഒക്കെ ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ടുള്ള ഏതൊരു കാലടിയും എടുത്തു വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജഹാലത്തിലകപ്പെട്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് അവസാനം നിങ്ങൾ ഖേദിക്കേണ്ട അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലോ അങ്ങനെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ ഒന്നും ഒരു സംഗതിയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്ന സംഗതിയാണ് നമ്മൾ കേൾക്കുന്നത്. അതേപോലെ അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഊഹങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിതം മുഴുവനും ഊഹമാക്കുന്നവരുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? ഇപ്പോ വിശ്വാസികളുടെ ജീവിതത്തിൽ ഊഹത്തിന് സ്ഥാനമല്ല, അധിക ഊഹവും തെറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഊഹം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ നമ്മളെ പിടിച്ചു നിർത്തുകയാണ്. അങ്ങനെയാകുമ്പം ജീവിതം മുഴുവനും ഊഹമാക്കുന്ന, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ, അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ. തെറ്റിദ്ധാരണയും അതേപോലെ അനുമാനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത്തരത്തിലുള്ള ആളുകളിലാണ് കളവ് വരുന്നത്, ഗീബത്ത് വരുന്നത്, നമീമത്ത് വരുന്നത്, അസൂയ ഉണ്ടാകുന്നത്, അഹങ്കാരം ഉണ്ടാകുന്നത്, ഫിത്ന വരുന്നത്, പ്രതികാര സ്വഭാവങ്ങൾ കടന്നു വരുന്നത്, സിഹിർ പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെയുള്ള വിഷയങ്ങളിലേക്ക് ഒക്കെ പോകുന്നത്, അക്രമം നടത്തുന്നത്, കൊലപാതകങ്ങൾ കടന്നു വരുന്നത് ഒക്കെ ഈ യൂഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് എന്നത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. ഖുർആൻ തന്നെ വേറെയും ആയത്തുകളിൽ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഭൂരിപക്ഷം ആളുകളും ചരിക്കുന്ന ഈ ഊഹത്തിന്റെയും അനുമാനത്തിന്റെയും രൂപത്തിലല്ല, ആ മാർഗത്തിലല്ല നമ്മൾ പോകേണ്ടത്. അതെന്താണ് എന്നല്ല നമ്മൾ നോക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള ഈ സത്യവും നീതിയും ഒക്കെ നിറഞ്ഞ ഈ വേദഗ്രന്ഥമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന ഉറച്ച വിശ്വാസമാണ് നമുക്ക് ആവശ്യം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ഹൈറായ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വയനാട്ടിലെയും മറ്റു പ്രദേശങ്ങളിലെയും ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, കുട്ടികൾ നഷ്ടപ്പെട്ട, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട, ജോലി നഷ്ടപ്പെട്ട, അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ സംഭവിച്ച ആളുകൾക്കൊക്കെ ആശ്വാസം നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ജീവിതം നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് കെട്ടിപ്പടുക്കാൻ, കരുപ്പിടിപ്പിക്കാൻ അള്ളാഹു എല്ലാവിധ സഹായങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.